ഹലോ, ഇന്ന് മുഹറം 9 കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നോമ്പാണേ. അപ്പോൾ നമ്മളിന്ന് നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞു തരിക്കഞ്ഞി വേണ്ടെന്ന് നമുക്ക് മക്രോണി കൊണ്ട് പായസം വെച്ച് വെക്കാം. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ അതെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങളുടെ മക്രോണി കൊണ്ട് പായസം വെക്കാൻ വേണ്ടി പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടോ. കാരമലായപ്പോൾ ഞാൻ അതിലേക്ക് പാലൊഴിച്ചു. പാലൊഴിക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതുപോലെ പുറത്തേക്കൊക്കെ തെറിക്കും. ഞാൻ വെച്ചപ്പോൾ പുറത്തേക്ക് കുറച്ച് തെറിച്ചിട്ടോ. പിന്നെ ഞാൻ നിർത്തിയിട്ട് പിന്നെ ഒന്ന് ഒഴിക്കുക ചെയ്തേ. ഉമ്മ പറയണ്ടേ നോക്കി ഒഴിക്കുമെന്ന്. പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തിളക്കാൻ വേണ്ടി വരും. തിള വന്നപ്പോൾ ഞാൻ അയക്കുക മക്രോണി പൊടിച്ചത് ഇട്ടിട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, പൊടിച്ചിട്ടില്ലേ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടു കേട്ടോ. അത് തിളച്ച് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. തിളച്ച് മക്രോണിയൊക്കെ വെന്ത് നല്ല കുറുകി വരുന്നത് പിങ്ക് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. അങ്ങനെ പായസമൊക്കെ സെറ്റായിട്ടോ. നോമ്പന്നിട്ടല്ലേ ഇനിയിപ്പോൾ ഇത് കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പായസം റെഡിയായി കഴിഞ്ഞപ്പോൾ അടുത്ത സാധനം ഉണ്ടാക്കാൻ നോക്കി. അപ്പുറത്തെ മീൻകറി അടുപ്പത്ത് ഉണ്ടാക്കും കേട്ടോ. ഇന്ന് പത്തിരി മീൻകറി കേട്ടോ. ഞങ്ങൾ പത്തിരി മീൻകറി ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ പത്തിരി മീൻകറി ഉണ്ടാക്കിയാൽ. ഇതിന് പൊരിക്കാനുള്ള മീനാട്ടോ. നല്ല പഞ്ഞിനുള്ള മത്തി ഉണ്ടോ കിട്ടിയത്, വലിയ മത്തി. ഇവിടെ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പത്തിരി പരത്തും ചെയ്യും, ഞാൻ പത്തിരി ചൂടും ചെയ്യും കേട്ടോ. അങ്ങനെയായിട്ട് ഞങ്ങൾ ചെയ്യലേ. അപ്പോൾ പത്തിരി പരത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതപ്പുറത്ത് ചൂടും ചെയ്യുന്നുണ്ട് പത്തിരി. ഞാൻ പത്തിരി ചുടുമ്പോൾ എന്നോട് ഉമ്മ ചോദിക്കണ്ടായിരുന്നു പത്തിരി പൊന്തി വരുന്നില്ലേന്ന്. അപ്പോൾ ഞാൻ പൊന്തി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ശരിയാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ. ഉമ്മ പറഞ്ഞു ഞാൻ ചൂടാ കരിയാണ്ട് പരത്തിക്കോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടമ്മ, ഞാൻ തന്നെ ചുട്ടോണ്ട് നിങ്ങൾ പരത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഉമ്മ പറഞ്ഞു അജ്ജന്നെ ചുട്ടോ, ഞാൻ പരത്തിക്കൊണ്ട് പറഞ്ഞിട്ടോ. അങ്ങനെ ഉമ്മ അതാ പത്തിരിയൊക്കെ പരത്തി തന്നു. ഞാനതൊക്കെ ചുട്ടെടുത്തുട്ടോ. പത്തിരി ചുടാൻ കുറച്ച് സമയം എടുത്തുക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ചെറിയ ഫ്രൈ പാൻ വെച്ചിട്ടാട്ടോ പത്തിരി ചുടുന്നത്. അല്ലെങ്കിൽ ഇമ്മ വെക്കുകയാണെങ്കിൽ വലിയ പത്തിരി കല്ല് വെച്ചിട്ടാട്ടോ ചുടല്. അതിലാകുമ്പോൾ 2 3 ഒക്കെ ഇടാൻ പറ്റും. ഞാനത് പുറത്തുനിന്ന് എടുത്തു തന്നെ മടിക്ക് ഈ ചെറിയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലാണ് ചുട്ട കേട്ടോ. അതുകൊണ്ട് ഓരോന്ന് ഇടാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പതുക്കെ കേട്ടോ തീർന്നതെന്ന് പത്തിരി ചുടല്. ഉമ്മ എന്നോട് പറഞ്ഞു പത്തിരിക്കല്ല് പുറത്തുനിന്ന് ആ പോയിട്ട് എടുത്തോർന്നു കേട്ടോ, അത് വെച്ചോന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഇതിൽ തന്നെ പെട്ടെന്ന് ചുടാൻ പറ്റുന്നുണ്ട്. പിന്നെ ചുട്ട് തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് പതുക്കെ തീരുന്നുള്ളൂ എന്ന്. കാരണം ഓരോന്നല്ലേ ഇടാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഓരോന്നിട്ട് പത്തിരിയൊക്കെ ചുട്ട് തീർത്തിട്ടോ. പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയത് മുട്ട ബജിയും ബ്രെഡ് പൊരിച്ചതായിരുന്നു കേട്ടോ. മുട്ട ബജി പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മുട്ട ബജി ഉണ്ടാക്കി. മുട്ട ബജി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഉണ്ടാക്കുന്ന മുട്ട ബജി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുട്ട ബജിയും ബ്രെഡ് പൊരിച്ച കേട്ടോ. ബ്രെഡ് പൊരിച്ചത് മധുരമുള്ള ബ്രെഡ് പൊരിക്കല്ല കേട്ടോ, മധുരം ഇല്ലാതെ ബ്രെഡ് പൊരിച്ചിട്ടോ. മധുരം ഉള്ളതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പഞ്ചസാരയും പാലും മുട്ടയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് പൊരിക്കാറുണ്ട് കേട്ടോ. ഇതങ്ങനെയല്ലേ, ഇത് വലിയ ഉള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് പാലും ഒഴിച്ചിട്ടാട്ടോ അതിൽ മുക്കിയിട്ടാട്ടോ ബ്രെഡ് പൊരിച്ചത്. വേണമെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇടാം കേട്ടോ, വെജിറ്റബിൾസൊക്കെ ഇടേ കുഞ്ഞു പീസാക്കിയിട്ട് അരിഞ്ഞിട്ട്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഒന്നും ഇടാതെ. അങ്ങനെ ബ്രെഡ് ഞങ്ങൾ ഫ്രൈ പാനിൽ വെച്ചിട്ട് പൊരിച്ചിട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് എണ്ണ മതി കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിയേ. അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ പൊരിച്ച് സെറ്റാക്കിട്ടോ. ബ്രെഡ് പൊരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് മുട്ട ബജി ഉണ്ടാക്കല കേട്ടോ. മുട്ട ബജി ഉണ്ടാക്കാൻ പിന്നെ ഈസിയാണല്ലോ, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി അതേക്ക് മുക്കിയിട്ട് എണ്ണയിൽ ഇട്ടാൽ മതിയല്ലോ. ഇപ്പം മാവിൽ വെള്ളമൊക്കെ അല്ലേ നോക്കട്ടെ സെറ്റാക്കുക. നല്ല കട്ടി വേണം കേട്ടോ മുട്ട ബജിയുടെ മാവെന്നെങ്കിലും ഉള്ളത്ര മുട്ടൻ്റെ മുകളിൽ മാവ് നന്നായിട്ട് പിടിക്കുക. അങ്ങനെ ഇതാ മുട്ട ബജി പൊരിച്ചിട്ടോ. മുട്ട ബജി പൊരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയമായിട്ടുണ്ട് കേട്ടോ, 6:15 ആയിട്ടുണ്ട്. ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇമ്മ പിന്നെ നോമ്പിന് പൊരിച്ചക്കടി ഉണ്ടാക്കുമ്പോൾ നല്ല മെഴുകിയിട്ടുള്ളിട്ട് ഉണ്ടാക്കുക. അമ്മക്ക് അതാണ് ഇഷ്ടം, നല്ല ചൂട് കൊടുക്കണേ കഴിക്കണം കേട്ടോ. 6 മണിയായാലും കേട്ടോ കടികളൊക്കെ ഉണ്ടാക്കുക. ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ അമ്മ പറയാം. അമ്മക്ക് അങ്ങനെയാണ്, പൊരിച്ചക്കടി തിന്നുമ്പോൾ നല്ല ചൂട് വേണം. അങ്ങനെ എല്ലാത്തത് ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ട് ഇനി ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പായസം ഈത്തപ്പഴം പൊരിച്ചക്കടിയൊക്കെ സെറ്റാട്ടോ. വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ അതാ ബാങ്ക് കൊടുത്ത് നോമ്പറന്നു. കഴിഞ്ഞിട്ട് പത്തിരി മീൻകറിയും കഴിച്ചു. പത്തിരി മീൻകറിയും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല വലിയ മത്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.